Hi all, we are dealing with module 5 of EE202 synchronous and induction machine. This is the fifth module of SIM, three-phase induction motor. Myself, I am Ashwati Mariam, Assistant Professor, Department of EEE, SNIT, Adur. So, today we are going to learn fifth module, okay? In the prescribed syllabus of KTU, Module 5 contains test on induction motor, circle diagram, cogging and crawling, double cage induction motor, starting of induction motor. It includes DOL starter, auto transformers, star delta starter, rotor resistance starter. Then braking of induction motor, plugging, dynamic braking, regenerative braking. Then speed control, stator voltage control, voltage frequency control, rotor resistance control. So let's go into the fifth module. We studied about three-phase induction motor, the types of three-phase induction motor including slip ring and squirrel cage induction motor. Then we learned what is a slip, then torque slip characteristics, then phasor diagram, equivalent circuit and the types of torque including starting torque, then full load torque. Okay. Objectives. In this module, in this class, we are going to learn circle diagram. So, circle diagram. This is the content of this class. Circle diagram. Circle diagram എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, റിയാക്ടൻസ് ഉണ്ട്. സോ ഈ റെസിസ്റ്റൻസും റിയാക്ടൻസും വെച്ചിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൻ്റെ മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിൻ്റെ ലോക്കസ് ആണ് എന്ത്, ലോക്കസ് വെച്ച് വരയ്ക്കുന്നതാണ് അതിൻ്റെ കറണ്ട്. അങ്ങനെ വെച്ച് വരയ്ക്കുന്ന ഡയഗ്രത്തിന് പേരാണ് സർക്കിൾ ഡയഗ്രാം. സോ ഒരു സീരീസ് RL സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് റിയാക്ടൻസ് XL ആൻഡ് റെസിസ്റ്റൻസ് RL ആണെങ്കിൽ, റെസിസ്റ്റൻസ് RL ആൻഡ് റിയാക്ടൻസ് XL ആണെങ്കിൽ അതിൻ്റെ ലോക്കസ് ഓഫ് സർക്കിളിനെ പറയുന്ന പേരാണ് സർക്കിൾ ഡയഗ്രാം. അതായത് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ നോ ലോഡിൻ്റെ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. നോ ലോഡ് റിയാക്ടൻസ് X01 is equal to X1 plus X2 dash ആണ്. അതേപോലെ നോ ലോഡിനുള്ള ലോഡിൻ്റെ റെസിസ്റ്റൻസ് ആണ് R2 by K square into 1 minus S by S. സോ ഇത് സ്ലിപ്പുമായിട്ട് വേരി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് വരയ്ക്കുന്ന ഡയഗ്രമാണ് സർക്കിൾ ഡയഗ്രാം. സോ അങ്ങനെ വെച്ച് വരയ്ക്കുമ്പോൾ അതിൻ്റെ ലോക്കസ്, സർക്കിളിൻ്റെ ലോക്കസ് ആണ് എന്ത്, ഇറ്റ് ഈസ് ദ കറണ്ട് I1. ഓക്കെ, സോ അതിനെപ്പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് ഫിഫ്ത്ത് മൊഡ്യൂളിലെ സർക്കിൾ ഡയഗ്രാം എന്ന ടോപ്പിക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് സർക്കിൾ ഡയഗ്രാം. സോ നമുക്ക് സർക്കിൾ ഡയഗ്രാം നമ്മൾ വരയ്ക്കാനാണ് യൂണിവേഴ്സിറ്റി ചോദിക്കാറ് സാധാരണ. സോ ചിലപ്പം സ്റ്റെപ്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സർക്കിൾ ഡയഗ്രാംസും ചോദിച്ചു കാണാറുണ്ട്. സോ സർക്കിൾ ഡയഗ്രത്തിൻ്റെ സ്റ്റെപ്സും നമ്മൾ പഠിക്കണം, ദെൻ പ്രോബ്ലംസും പഠിക്കണം. സോ നമ്മൾ കൺസ്ട്രക്ഷനുള്ള സ്റ്റെപ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ ഉണ്ട് ടെസ്റ്റ് ഫോർ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അതിനകത്തുള്ള ടെസ്റ്റാണ് നോ ലോഡ് ടെസ്റ്റ്, ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് ആൻഡ് സ്റ്റേറ്റർ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, സോ അതിന് ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്തൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യണം നമ്മുടെ സ്റ്റേറ്റർ സ്റ്റാർ കണക്റ്റഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, steps. Step 1 is from no load test. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോ ലോഡ് ടെസ്റ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റർ റെസിസ്റ്റൻസ് ടെസ്റ്റ് ഉണ്ട്. അതിന് നോ ലോഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ലോഡ് കൊടുക്കാതെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന് റൺ ചെയ്യുന്ന സമയത്തുള്ളതാണ് നോ ലോഡ് ടെസ്റ്റ്. നോ ലോഡ് ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന കറണ്ടിൻ്റെ പേരാണ് നോ ലോഡ് കറണ്ടും ആ സമയത്ത് കിട്ടുന്ന പവർ ഫാക്ടറിൻ്റെ പേരാണ് നോ ലോഡ് കറണ്ട് പവർ ഫാക്ടർ. അതായത് ലോഡ് ഇല്ലാത്തത് കൊണ്ടാണ് നോ ലോഡ് എന്ന് വന്നേക്കുന്നത്. സോ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ, പവർ ഇസ് ഈക്വൽ ടു 3VI cos phi ആണ്. നമുക്കറിയാം നമ്മുടെ മെയിൻ ഇക്വേഷൻ P is equal to 3VI cos phi ആണ്. സോ 0 വന്നത് എന്തുകൊണ്ടാണ്, നോ ലോഡ് ആണെന്ന് നമുക്ക് കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞായിരുന്നു. 0 വന്നത് നോ ലോഡ് ആയതുകൊണ്ടാണ്. സോ അതിൽ നമുക്ക് നോ ലോഡിൻ്റെ പവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം,
പവർ ഇസ് ഈക്വൽ ടു 3vi cos phi ആണെങ്കിൽ phi ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് p ബൈ 3vi ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നോ ലോഡിന്റെ പവർ ഫാക്ടറിന്റെ പേര് 50, എല്ലാം 0 റെപ്രസെന്റ് ചെയ്യും. 50 ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് p0 ബൈ 3vi ഫേസ് io ഫേസ്. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഫേസ് ആണ് പറയുന്നുണ്ട്. സോ എല്ലാ നോ ലോഡ് ആയതുകൊണ്ട് 0 റെപ്രസെന്റ് ചെയ്യുക. ഫേസ് മെഷേഴ്സ് ആണ് നമ്മൾ പറയുന്നതുകൊണ്ട് പി എച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ മറക്കരുത്. സോ അതേപോലെ I0 നോ ലോഡിന്റെ കറണ്ട് IO ഫേസ് ഇസ് ഈക്വൽ ടു IOL. കാരണം ലോഡുള്ള സമയത്തെയാണ് IOL. സോ നമ്മൾ നോ ലോഡ് ടെസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? I0 ഫേസും phi0യും കണ്ടുപിടിച്ചു. അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ടെസ്റ്റാണ് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ്. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത്, ബ്ലോക്ക്ഡ് റോട്ടർ ആകുമ്പോൾ എന്താ, സ്റ്റേറ്റർ ഷോർട്ട് സർക്യൂട്ടാണ്. സ്റ്റേറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത കറണ്ടിന്റെ പേര് ISNും phi-SC. നമുക്ക് പവർ ഇസ് ഈക്വൽ ടു 3vi cos phi എന്ന് തന്നെയാണ് phi-SCയും കണ്ടുപിടിച്ചത്. ദെൻ ISN എന്ന് പറഞ്ഞാൽ എന്താ, ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത കറണ്ട് ഇൻറ്റു റേറ്റഡ് വോൾട്ടേജ് ബൈ ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ്. സോ ക്വസ്റ്റ്യന് നമുക്ക് ഈ ഡേറ്റാസ് തരും, നമ്മൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? ISN കണ്ടുപിടിച്ചു. സോ നോ ലോഡ് ടെസ്റ്റ് നമ്മൾ നോ ലോഡ് കറണ്ടും നോ ലോഡിന്റെ പവർ ഫാക്ടറും കണ്ടുപിടിച്ചു. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് ചെയ്യുന്ന ബ്ലോക്ക്ഡ് റോട്ടറിന്റെ സമയത്തുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഷോർട്ട് സർക്യൂട്ട് ഫേസ് പവർ ഫാക്ടർ ആംഗിളും ഫേസും കണ്ടുപിടിച്ചു. ഓക്കെ. സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ നമുക്കിപ്പം നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? I0 അല്ലെ I0 ഫേസ് I0യും phi0യും കണ്ടുപിടിച്ചു. നോ ലോഡിൽ നിന്ന് ബ്ലോക്ക്ഡ് റോട്ടറിൽ നിന്ന് കണ്ടുപിടിച്ചു ISNും phi-SCയും കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ആദ്യം നമ്മൾ എക്സ് ആക്സസും വൈ ആക്സസും വരച്ചു. എന്നിട്ട് നമ്മൾ ആ നോ ലോഡ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് എക്സ് ആക്സസ് എടുത്തു, വൈ ആക്സസിലാണ് വോൾട്ടേജ്, അത് നമ്മുടെ റെഫറൻസ് ഫേസറാണ്. വോൾട്ടേജ് ആണ് റെഫറൻസ് ഫേസർ. ഓക്കെ. നമുക്ക് എപ്പോഴും ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്കെയിൽ ചെയ്യണമല്ലോ. സോ 1 സെന്റിമീറ്റർ എക്സ് ആംബിയർ ആണെന്ന കോൺസെപ്റ്റിൽ നമ്മൾ എടുക്കുവാണ്. നമുക്ക് ആ കിട്ടിയ I0 എന്ന് പറയുന്ന കറണ്ടിന്റെ ആംഗിൾ എത്രയായിരുന്നു? phi0. സോ നമുക്ക് കിട്ടിയ I0 എന്ന് പറയുന്ന കറണ്ട്, I0 എന്നും I0 ഫേസ് എന്നും ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി I0 എന്ന് എടുത്തു, കാരണം I0 ഫേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. I0യെ വിത്ത് റെസ്പെക്ട് ടു phi0 വരയ്ക്കുക. എവിടെ നിന്ന്? റെഫറൻസ് ഫേസറായ വിയിൽ നിന്ന് എന്ത് ചെയ്യണം? phi0 ആംഗിൾ മാറ്റിയിട്ട് എന്ത് വരയ്ക്കണം? I0 വരയ്ക്കുക. ഓക്കെ. സോ സ്റ്റെപ്പ് 2 പറയുന്നത് ഇതാണ്. നമ്മുടെ വെർട്ടിക്കൽ ആക്സസും ഹൊറിസോണ്ടൽ ആക്സസും നമ്മൾ സ്കെയിൽ മാർക്ക് ചെയ്യുക. എക്സ് ആക്സസ് ഉണ്ട്, വൈ ആക്സസിലാണ് വോൾട്ടേജ് ആണ് റെഫറൻസ് ഫേസർ. നമ്മൾ സ്കെയിൽ സെലക്ട് ചെയ്യുക 1 സെന്റിമീറ്ററിന് എക്സ് ആംബിയർ എന്നാണ് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ്. അപ്പം നമുക്ക് നോ ലോഡ് ടെസ്റ്റിൽ നിന്ന് എന്ത് കിട്ടി? I0 അറ്റ് ആൻ ആംഗിൾ phi0യും ബ്ലോക്ക്ഡ് റോട്ടറിൽ നിന്ന് കിട്ടിയത് ISN അറ്റ് phi-SN ആണ് കിട്ടിയത്, അല്ലേ? phi-SC അല്ലെ phi-SN. സോ നമ്മൾ ആദ്യത്തെ നോ ലോഡിലെ phi0 ആംഗിൾ നോക്കിയേ, ഈ വേയിൽ നിന്ന് phi0 ആംഗിൾ മാറ്റിയിട്ട് എന്ത് വരച്ചു? phi0 വരച്ചു. ഓക്കെ. ഇനി നോക്കിക്കേ, ഈ ഡയഗ്രാം 0യിൽ നിന്ന് സ്കെയിൽ എടുത്ത I0 എന്ത് വരച്ചു? വേയിൽ നിന്ന് phi0 മാറ്റി വരച്ചു. നമ്മുടെ ആ നോ ലോഡ് ടെസ്റ്റിലെ ആംഗിൾ ഉപയോഗിക്കുക, നോ ലോഡ് ടെസ്റ്റിന്റെ കറണ്ട് ഉപയോഗിക്കുക. അതേപോലെ എന്തുണ്ട്? ഷോർട്ട് സർക്യൂട്ടിലെ ആംഗിൾ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ടിലെ കറണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ വോൾട്ടേജിന് എന്ത് ചെയ്യണം? ബ്ലോക്ക്ഡ് റോട്ടറിന്റെ ആംഗിൾ, അതിന്റെ പേര് phi-SC. ആ phi-SC ആംഗിൾ എടുത്തിട്ട് എന്ത് വരയ്ക്കണം? ISN. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ phi0 എന്ന് പറയുന്നത് 60, phi-SC എന്ന് പറയുന്നത് ഒരു 40 ആണെന്ന് വിചാരിക്കുക. സോ I0 എങ്ങനെ വരയ്ക്കും? 60 ഡിഗ്രി മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ആ കറണ്ട് I0 എടുത്ത് വരയ്ക്കുക. അതേപോലെ ഈ വിയിൽ നിന്ന് ആ 40 എടുത്തിട്ട് എന്ത് ചെയ്യണം? ISN വരയ്ക്കുക. എന്നിട്ട് O ഡാഷ്, അതായത് ഈ പാറ്റേൺ O ഡാഷ് ആണ്, O ഡാഷ് എയുടെ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യുക. ആ പച്ച കളറിൽ കാണുന്ന O ഡാഷ് എ ആയിരിക്കും ഔട്ട്പുട്ട് ലൈൻ. ഓക്കെ. നമ്മൾ ഇത്രയും ഇതാണ് വരച്ചത്. നമ്മൾക്ക് നോ ലോഡ് ടെസ്റ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് ഉണ്ട്. നോ ലോഡ് ടെസ്റ്റിന് എന്ത് കിട്ടും? I0യും phi0യും കിട്ടും. ബ്ലോക്ക്ഡ് റോട്ടറിൽ നിന്ന് phi-SC ISNും കിട്ടും. ഈ 4 ഡേറ്റ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. അതായത് റെഫറൻസ് V ഫേസറിൽ നിന്ന് phi0 മാറ്റി എന്ത് വരച്ചു? I0.
φSC മാറ്റി എന്ത് വരച്ചു? ISL. എന്നിട്ട് ഈ O ഡാഷിൻ്റെ അറ്റവും എയുടെ ജോയിൻ ചെയ്യുക. ഈ പച്ച കളറിൽ കാണുന്ന ലൈനാണ് എന്ത്? ഔട്ട്പുട്ട് ലൈൻ. സോ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ലൈൻ കിട്ടി. ഓക്കെ. സോ സ്റ്റെപ്പ് 4 നമ്മളിപ്പോൾ ഓൾറെഡി വരച്ചിട്ടുള്ളത് നമുക്ക് നോ ലോഡ് കറണ്ട് വരച്ചു, ബ്ലോക്ക്ഡ് റോട്ടറിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരച്ചു, φ0 φSC, ദെൻ ഔട്ട്പുട്ട് ലൈൻ. ഈ 4 ഡേറ്റ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇത്ര ഔട്ട്പുട്ട് ലൈൻ വരെ എത്തി. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഡയഗ്രമാണ്. സർക്കിൾ ഡയഗ്രം എന്ന് പറയുമ്പോൾ നമുക്കൊരു സർക്കിളിൻ്റെ കോൺസെപ്റ്റിലേക്ക് എത്തണം. സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ബാക്കി പ്രൊസീജിയറാണ് സ്റ്റെപ്പ് 4 പറയുന്നത്. സ്റ്റെപ്പ് 4 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ O ഡാഷ് എ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഔട്ട്പുട്ട് ലൈൻ. ആ O ഡാഷ് എക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്താണെന്ന് നോക്കിയേ, ഈ ശ്രദ്ധിച്ച് ഈ O ഡാഷ് എക്ക് എന്ത് വരയ്ക്കണം? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ മോർ ദാൻ 9.5 എടുത്തിട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ O ഡാഷ് എന്ന് പറയുന്ന ലൈനിൽ നിന്ന് എക്സ് ആക്സിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. നോക്കിയേ, കഴിഞ്ഞ ഡയഗ്രത്തിൽ ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ O ഡാഷിൽ നിന്ന് എക്സ് ആക്സിന് നേരെ പാരലായിട്ട് നമ്മൾ O ഡാഷിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ ഔട്ട്പുട്ട് ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. O ഡാഷ് എ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലൈനിൻ്റെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ നമ്മൾ ടച്ച് ചെയ്യും. അതിന് C എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. സോ സ്റ്റെപ്പ് 4 ആകെ ഒരു കാര്യമേ പറയുന്നുള്ളൂ, 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. O ഡാഷ് G എന്ന് പറയുന്ന ലൈൻ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്നതൊക്കെ എക്സ് ആക്സിന് നേരെ പാരലായിട്ട് വരച്ചാൽ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്ത് വരയ്ക്കുക. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് എവിടെ ടച്ച് ചെയ്യും? നമ്മുടെ ഈ എക്സ് ആക്സിന് മുകളിൽ പാരലായിട്ട് വരച്ചിട്ടില്ലേ, അവിടെ ടച്ച് ചെയ്യും. ഏത് പോയിന്റാണ്? C എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യും അല്ലേ. എന്നിട്ട് ഇപ്പോൾ നമുക്ക് C എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയേ. ഈ C സെൻറ്റർ ആക്കിയിട്ട് O ഡാഷ് C റേഡിയസ് എടുക്കുക. O ഡാഷ് C റേഡിയസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു G കൂടെ ടച്ച് പോകത്തക്ക രീതിയിലൊരു ഹാഫ് സർക്കിൾ വരയ്ക്കുക, അല്ലെ സെമി സർക്കിൾ വരയ്ക്കുക. മനസ്സിലായോ എന്താണ് ഞാൻ പറഞ്ഞത്? നമുക്ക് ഈ O ഡാഷ് ഉണ്ട്, OA ഉണ്ട്, ഔട്ട്പുട്ട് ലൈൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. സ്റ്റെപ്പ് 4 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിന് പാരലായിട്ട് O ഡാഷിൽ നിന്നൊരു പാരലൽ ലൈൻ വരയ്ക്കുക. വരച്ചു വെച്ചു. ദെൻ ഔട്ട്പുട്ട് ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്ത് വരയ്ക്കുക. ഔട്ട്പുട്ട് ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഈ പാരലായിട്ട് വരച്ചിരിക്കുന്ന ലൈനിൽ C എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യും. എന്നിട്ട് O ഡാഷ് C റേഡിയസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെമി സർക്കിള് വരയ്ക്കണം. ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട് കറണ്ടിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത്. ആ ലോക്കസ് എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും. ഓക്കെ. സോ അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് നോ ലോഡ് ടെസ്റ്റിൽ നിന്ന് φ0 കിട്ടും, I0 കിട്ടും. അത് നമ്മൾ Yയിൽ നിന്ന് φ0 I0, ബ്ലോക്ക്ഡ് റോട്ടറിൽ നിന്ന് φSC ISC വരച്ചു. നമ്മൾ അതിനെ ജോയിൻ ചെയ്തു ഔട്ട്പുട്ട് ലൈൻ. ദെൻ നമുക്കറിയാം O ഡാഷിൽ നിന്ന് എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ എന്ന് പറയുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അത് C എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്യും. ആ BC എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ദെൻ O ഡാഷ് C റേഡിയസ് ആക്കിയിട്ട് നമ്മൾ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അത് G എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ടച്ച് ചെയ്യും നമ്മൾ പറഞ്ഞു. ഓക്കെ. ദെൻ നമുക്ക് വേണ്ടത് എന്താണ്? ടോർക്ക് ലൈനാണ് വരയ്ക്കേണ്ടത്. നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന മോട്ടറിൻ്റെ ഇൻപുട്ട് പവറാണ് A മുതൽ F വരെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൊഡ്യൂളിൽ. നമ്മളൊരു മോട്ടറിൽ ടോട്ടൽ പവർ കൊടുത്താൽ അത് റോട്ടറിൻ്റെ കോപ്പർ ലോസ് ആയിട്ടും സ്റ്റേറ്ററിൻ്റെ കോപ്പർ ലോസും ഫിക്സ്ഡ് ലോസ് ആയിട്ടാണ് പോകുന്നത്. സോ ഈ E മുതൽ F വരെയുള്ളതായിരിക്കും എന്ത്? ഫിക്സഡ് ലോസ്. ബാക്കി ബാലൻസ് ആയിട്ടുള്ള A മുതൽ E വരെ ആയിരിക്കും റോട്ടർ കോപ്പർ ലോസ് ആൻഡ് സ്റ്റേറ്റർ കോപ്പർ ലോസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് AD/D എന്ന് പറയുന്നത്, നമുക്ക് D എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് വേണം ഇവരെ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യാൻ. സോ ആ D എന്ന് പറയുന്ന പോയിന്റ് കിട്ടാൻ വേണ്ടി ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന AD/DE എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉപയോഗിച്ച് നമുക്ക് റോട്ടറിൻ്റെ കോപ്പർ ലോസ് സ്റ്റേറ്ററിൻ്റെ കോപ്പർ ലോസിനെ ഇവിടെ ഡിവൈഡ് ചെയ്യാം. ഇസ് ഈക്വൽ ടു R2-R1. സപ്പോസ് ക്വസ്റ്റനിൽ ഈ ഡേറ്റ തന്നിട്ടില്ലെങ്കിൽ നേരെ ഈ A മുതൽ E വരെയുള്ള ഡിസ്റ്റൻസിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് D എടുക്കുക. എന്നിട്ട് O ഡാഷും D യോട് ജോയിൻ ചെയ്യുക. അതായിരിക്കും നമ്മുടെ ടോർക്ക് ലൈൻ. ഓക്കെ. നമ്മൾ പറയാം, നമുക്ക് ഔട്ട്പുട്ട് ലൈൻ കിട്ടി. നമ്മൾ എക്സ് ആക്സിസ് O ഡാഷിൽ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. B എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അത് C എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്യും. ദെൻ O ഡാഷ് C ഹാഫ് സർക്കിൾ ആക്കിയിട്ട് ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക, റേഡിയസ് ആക്കിയിട്ട് ഹാഫ് സർക്കിൾ വരയ്ക്കുക. അത് A എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്.
ആ എ മുതൽ എഫ് ആയിരിക്കും നമ്മുടെ മോട്ടറിൻ്റെ ഇൻപുട്ട് പവർ. ദെൻ ഇ മുതൽ എഫ് ആയിരിക്കും ഫിക്സഡ് ലോസ്. ബാക്കി എ മുതൽ ഇ വരെ ആയിരിക്കും മോട്ടറിൻ്റെ റോട്ടർ കോപ്പർ ലോസും സ്റ്റേറ്റർ കോപ്പർ ലോസും. ഇതിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന പോയിന്റാണ് ഡി എന്ന് പറയുന്നത്. ആ പോയിന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് എ ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു റോട്ടർ കോപ്പർ ലോസ് ബൈ സ്റ്റേറ്റർ കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു R2 ഡാഷ് ബൈ R1 യൂസ് ചെയ്യുക. തന്നിട്ടില്ലെങ്കിൽ നേരെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. O ഡാഷ് ഡി ആയിരിക്കും ടോർക്ക് ലൈൻ. ഓക്കെ, സോ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹോംവർക്കാണ് നെക്സ്റ്റ്. സോ നമ്മുടെ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ എങ്ങനെയാണ് സർക്കിൾ ഡയഗ്രാം വരയ്ക്കുന്നത്, സർക്കിൾ ഡയഗ്രാം എന്താണ്, സർക്കിൾ ഡയഗ്രത്തിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് അസൈൻമെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് draw the circle diagram for a 5.6 kilowatt 400 volt 3 phase 4 pole 50 hertz slip ring no load block rotor test ന്റെ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫുൾ ലോഡ് കറണ്ട്, സ്ലിപ്പ്, പവർ ഫാക്ടർ, മാക്സിമം ടോർക്ക്, മാക്സിമം പവർ. നമ്മൾ ലാസ്റ്റ് പഠിച്ച സ്റ്റെപ്പ് വരെ ഉള്ളതാണ് അസൈൻമെന്റ്. താങ്ക് യു.